അഹമ്മദാബാദ് അപകടം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് റിപ്പോർട്ട് നൽകിയത്. അതേസമയം ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനങ്ങൾ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിൽ ഒന്നാണെന്ന് എയർ ഇന്ത്യ അവകാശപ്പെടുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, ഈ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? അഹമ്മദാബാദ് വിമാന അപകടം സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ്. ഈ ഏജൻസി ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കമോ അതിലെന്താണ് പ്രതിപാദിച്ചിരിക്കുന്നതോ എന്ന് വ്യക്തമല്ല. അതേസമയം ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ലഭ്യമായ കാര്യങ്ങൾ മാത്രമാണ് റിപ്പോർട്ടായി വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തി അത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. വിമാനത്തിൻ്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും അതും പരിശോധനകൾക്ക് വിധേയമാക്കുകയാണ്. ഇതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശാസ്ത്രീയ പരിശോധനകളാണ് ന്യൂഡൽഹിയിലെ ഈ ഏവിയേഷൻ്റെ പ്രത്യേക ലാബിൽ പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളുടെ കൂടി ഒരു കൂട്ടായ്മയിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അതായത് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നതെങ്കിലും അതിനകത്ത് അമേരിക്കയുടെ ഏജൻസിയായിട്ടുള്ള നാഷണൽ ട്രാൻസ്പോർട്ട് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. ഒപ്പം തന്നെ ATCയിലെ വിദഗ്ധർ, എയർ ട്രാഫിക് കൺട്രോളിലെ വിദഗ്ധരുണ്ട്. ഒപ്പം തന്നെ വ്യോമസേനയിലെ അംഗങ്ങളടക്കം, ഒപ്പം ഇതിനു പുറമെ ബോയിങ്ങിൻ്റെ അംഗങ്ങളും അടക്കം, ബോയിങ്ങിൻ്റെ ഉദ്യോഗസ്ഥരും അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ സംഘത്തിലുണ്ട്. ഇവർ ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം തന്നെ ഇന്നിപ്പോൾ പാർലമെൻറ്റ് അക്കൗണ്ട് കമ്മിറ്റിക്ക് മുമ്പാകെ ഈ എയർ ഇന്ത്യ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത് 787 ബോയിങ്ങിൻ്റെ 787 ഡ്രീം ലൈനർ വിമാനങ്ങൾ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളൊന്നാണ് എന്നുള്ളതാണ്. നിലവിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ വളരെ സുരക്ഷിതമായ വിമാനമാണ് ബോയിങ്ങിൻ്റെ 787 ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെടുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഏതാണ്ട് 1000-ലധികം എയർക്രാഫ്റ്റുകൾ, ഈ 787 ഡ്രീം ലൈനർ വിഭാഗത്തിൽ വരുന്ന എയർക്രാഫ്റ്റുകൾ ഇപ്പോൾ ലോകത്താകെയുള്ള വിമാന കമ്പനികളിൽ നിന്നും സർവീസ് നടത്തുന്നു എന്നുള്ളതും എയർ ഇന്ത്യ വ്യക്തമാക്കുന്നു. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടുകൾ ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരുപക്ഷെ ചേരുന്ന പാർലമെൻറ്റ് അക്കൗണ്ട് കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ നിലവിൽ വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും DGCയിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും ഈ PACയിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ട് PACയിലും സമർപ്പിക്കുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കൃഷ്ണരാജ്.